ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇഡ്ഡലിയും ദോശയും അപ്പവും ചപ്പാത്തിയും എല്ലാം ഉണ്ടാക്കുന്നതിന് പകരം ഒരു വെറൈറ്റി ആയിട്ട് ചില ദിവസം നമുക്കിതുപോലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഈ മഴ സമയത്ത് നല്ല ചൂട് ചായ കൂടെ എല്ലാം ഇത് ഒരു പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പം പത്തിരി എല്ലാം ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനെല്ലാം കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. കട്ടി മാവായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇടിയപ്പത്തിൻ്റെ മാവ് പോലെ തന്നെ അതുപോലെ തന്നെ നല്ല കട്ടി മാവായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴയ്ക്കാനായിട്ട്. വെള്ളം ഒന്നിച്ച് ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് കുഴച്ച് എടുക്കണം. ഇപ്പോൾ നെയ്യ് ഇട്ടതെല്ലാം ശരിക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം എല്ലായിടത്തും ആയിട്ടുണ്ട്. അതാണ് ആ നെയ്യ് ശരിക്കൊന്ന് മെൽറ്റായിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് കൈവച്ച് ഒന്നിങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുഴച്ചുരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കൈവച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് മാവായിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇടിയപ്പം എല്ലാം ഉണ്ടാക്കുന്ന മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ അതുപോലെ നല്ല സോഫ്റ്റ് മാവായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ആ ചൂടെല്ലാം അറിയിപ്പോൾ നമുക്ക് കൈവച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൈവച്ചിട്ട് ശരിക്കും കുഴച്ചുരുട്ടി അതുപോലെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുഴച്ചുരുട്ടി വെച്ചിരിക്കുന്ന മാവും നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയുള്ള മാവിൽ നിന്ന് എന്തോരം ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കൈ വെച്ചിട്ട് ശരിക്കും നല്ല നെല്ലിക്കയുടെ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നെയ്യെല്ലാം ചേർത്തേക്കുന്നതായതുകൊണ്ട് കയ്യിൽ പിടിക്കില്ല. നമുക്കത് അതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഉരുട്ടിയെടുത്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അങ്ങനെ നമുക്ക് മാവ് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ അടുത്തതും കൂടെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മാവ് ഫുള്ള് എല്ലാം ബോൾസാക്കി ഉരുട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കാണിച്ചു തരാം കേട്ടോ. മാക്സിമം എല്ലാ ഉരുളകളും ഒരേ വലുപ്പത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് അത് കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം ഒരേപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിത് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ എല്ലാം ഇങ്ങനെ ഹോളുള്ള തട്ടില്ലേ, ആ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഇതിലെടുത്ത് വെച്ചിട്ട് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ മാവിൽ നെയ്യാണ് ചേർത്തത്. ഇപ്പോൾ ഇത് പുഴുങ്ങാനായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു 5-10 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നേരത്തെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ചൂടുവെള്ളത്തിൽ കുഴച്ചിരിക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റോളം മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ശരിക്കും ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്തേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ ജീരകവും ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ശരിക്കൊന്ന് വരട്ടിയെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം ശരിക്കിത് കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇത് മാറ്റി വയ്ക്കണം. നമ്മൾക്കിപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പ്ലേറ്റിലേക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതേ പാനിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ തേങ്ങ കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. 1 സ്പൂൺ തേങ്ങയും ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എണ്ണയൊന്നും ഒഴിക്കാതെ ശരിക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ശരിക്കും മൂത്തതിന് ശേഷം 1/2 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചതിൻ്റെ കൂടെ തന്നെ ചൂടാറാനായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പം മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സിയിലിട്ട്
എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ ഇത് പൊടിക്കാൻ ഇടുന്നതിൻ്റെ കൂടെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സവാള ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില അതൊന്ന് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലയെല്ലാം ശരിക്ക് ഒന്ന് മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ശരിക്ക് ഉള്ളിയും കറിവേപ്പിലയും ശരിക്കും വെളിച്ചെണ്ണയിലൊന്ന് മുരിഞ്ഞ് ശരിക്കൊന്ന് വാടി വരണം. അത് ശരിക്കൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ മുളകിൻ്റെയും പച്ചമണം എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതെല്ലാം ഈ മസാലപ്പൊടിയും മുളകിൻ്റെയും എല്ലാം പച്ചമണം പോകുന്നവരേക്ക് എണ്ണയിലിട്ടിട്ട് ശരിക്കൊന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ കളറും എല്ലാം ചെറുതായിട്ടൊന്ന് മാറി വരും. അപ്പോൾ എണ്ണയിലിട്ടിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം ശരിക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബോൾസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബോൾസ് ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ച് വേവിച്ചത്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ആ മസാല ശരിക്കൊന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബോൾസ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് സമയം എടുക്കും ഇതിലേക്ക് മസാലയെല്ലാം ശരിക്കൊന്ന് പിടിച്ച് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വരട്ടി എടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് വരട്ടിയെടുത്ത് ശരിക്കൊന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ശരിക്കൊന്ന് വരണ്ട് ഇതായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ആ ഉണ്ടാക്കിയ മസാല മിക്സ് എന്ന് പറയുന്നത് അത് ചെറുതായിട്ടുള്ളൊരു ചട്നിപ്പൊടിയുടെ ഫ്ലേവറുള്ളൊരു മസാല മിക്സാണ്. നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കെല്ലാം കഴിക്കുന്ന ചമ്മന്തിപ്പൊടിയുടെ ഫ്ലേവർ വരുന്നൊരു മസാല മിക്സാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഈ മഴയത്തൊക്കെ ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. വീണ്ടും എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്